ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ടിരിക്കുന്നവർക്കുള്ളൊരു ദൂത് പറയാൻ പോവാണ്. അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പം തീയെടുത്തു, വിറകെടുത്തു, കത്തിയെടുത്തു. പക്ഷെ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ വിറകും തീയും കത്തിയുണ്ട്, ബലിവസ്തു എവിടെ? അപ്പം ബലി അർപ്പിക്കാൻ ആർക്കുകൂടി അറിയായിരുന്നു? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് പാടേണ്ടതെന്നറിയില്ല, വചനം വായിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതുപോലുള്ള സംവിധാനങ്ങളോ പഠിപ്പിക്കുന്ന വേദപാഠ ക്ലാസ്സുകളോ തിയോളജിക്കൽ സെൻ്ററുകളോ ഒന്നുമില്ലാത്ത അത്രയും വർഷം പഴക്കമുണ്ടായിരുന്ന കാലത്ത് അബ്രാഹത്തിൻ്റെ മകൻ ചോദിക്കുകയാണ് അപ്പനോട്, ഇത്രയും പ്രായമുള്ള ചെറിയൊരു കൊച്ചു ചോദിക്കുകയാണ്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ബലിവസ്തു എവിടെ? അബ്രാഹത്തിൻ്റെ മകന് വരെ അറിയായിരുന്നു എങ്ങനെയായിരുന്നു ബലി അർപ്പിക്കേണ്ടതെന്ന്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയാവണ്ണം കുരിശു വരയ്ക്കാൻ പോലും അറിയില്ല. ബൈബിളിലെ ഒരു കാര്യവും അധികമായി അറിയത്തില്ല. അവർക്കതിൻ്റെ വില അറിയത്തില്ല. അതെന്തിനാണെന്ന് അവർ ചോദിക്കുന്നത്. എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് ബൈബിൾ വായിക്കണം, അതില്ലേലും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് അവർ വാദിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും പറഞ്ഞ്. ശ്രദ്ധിക്കൂ, അബ്രാഹത്തിൻ്റെ കാലത്ത് ഇസഹാക്കൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വരെ എങ്ങനെയായിരുന്നു ബലിയർപ്പിക്കണം എന്നറിയായിരുന്നു. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത അബ്രാഹത്തിൻ്റെ മകൻ തോന്നിയാസിയായി പോയില്ല, അനുഗ്രഹിക്കപ്പെട്ടവനായി വളർന്നുവെന്ന് ഈ വേദപുസ്തകം സത്യസന്ധമായി വിളിച്ചു പറയുന്നുണ്ട്.